tracing static on the dashboard glass, watching all the blurred green scenery drift past, tethered to the moment, a feeling I can't name, caught inside a photograph before the... മേഘങ്ങൾക്കിടയിലൂടെ വിമാനം പറന്നുയരുന്നു. പെട്ടെന്ന് മേഘങ്ങൾ മാറി താഴെ മാരിയോ എന്ന മനോഹരമായ ദ്വീപ് പ്രത്യക്ഷപ്പെടുന്നു. വലിയ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. മുകളിൽ മഞ്ഞുരുകുന്ന കൊടുമുടികൾ, താഴെ പച്ചപ്പു നിറഞ്ഞ വനങ്ങൾ. അതിനപ്പുറം അത്യാധുനിക നഗരങ്ങളും കടൽത്തീരവും ഹൈവേകളും കാണാം. ഒരു പരസ്യത്തിലെന്ന പോലെ സുന്ദരവും ശാന്തവുമായ നഗരം. വിമാനത്തിന്റെ ജനലിലൂടെ ലിന അത്ഭുതത്തോടെ പുറത്തേക്ക് നോക്കുന്നു. തൊട്ടടുത്ത് അവളുടെ അനിയൻ നോഹയുണ്ട്. ഡാഡി, നോക്കിക്കേ അത്, ലിന പറഞ്ഞു. താഴെ പർവ്വതങ്ങൾക്കിടയിലൂടെ വെള്ളി നിറമുള്ള കേബിൾ കാറുകൾ നീങ്ങുന്നത് കാണാം. വാവ്, ഇത് കാണാനൊരു സിനിമയിലെ പോലെയുണ്ട്. ആവേശത്തോടെ ചിരിച്ചുകൊണ്ട് നോഹ പറഞ്ഞു. അവരുടെ അമ്മ സോഫിയ കയ്യിലിരുന്ന പുസ്തകം അടച്ചുവച്ച് മക്കളെ നോക്കി പുഞ്ചിരിച്ചു. അവരുടെ അച്ഛൻ എലിയാസ് ഒരു നീണ്ട ശ്വാസമെടുത്ത് സീറ്റിലേക്ക് ചാരിയിരിക്കുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് അയാൾ ഇത്രയും ശാന്തനായി കാണപ്പെടുന്നത്. ഈ യാത്ര എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ബിസിനസ് തിരക്കുകൾ, ലേറ്റ് നൈറ്റ് കോളുകൾ, സ്ട്രെസ്. എന്റെ കുടുംബത്തിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരാഴ്ച മാരിയോയിൽ നോ വർക്ക്, ഓൺലി ഫാമിലി. കുറച്ച് സമയത്തിനു ശേഷം വിമാനം മാരിയോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എയർപോർട്ട് ടെർമിനലിന്റെ ഉൾഭാഗം എല്ലാം തിളങ്ങുന്ന ഗ്ലാസ് ഭിത്തികളും ഡിജിറ്റൽ ബോർഡുകളുമുള്ള അത്യാധുനിക കെട്ടിടം. ടൂറിസ്റ്റുകൾ ശാന്തമായി അതിലൂടെ നടക്കുന്നു. എന്നാൽ പെട്ടെന്ന് ദൃശ്യം മാറുന്നു. അറൈവൽ ഗേറ്റിന് സമീപം സാധാരണ എയർപോർട്ട് പോലീസിനു പകരം അത്യാധുനിക ആയുധങ്ങൾ ധരിച്ച സൈനികർ നിൽക്കുന്നു. ഗ്രേ കളർ അർബൻ കോമ്പാറ്റ് യൂണിഫോം ധരിച്ച അവർ യാത്രക്കാരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. സോഫിയ അത് ശ്രദ്ധിച്ചു. ഇലിയാസ്, അത് വിചിത്രമായിരിക്കുന്നല്ലോ. സാധാരണ സുരക്ഷയല്ലല്ലോ ഇത്. സോഫിയ എലിയാസിനോട് പതുക്കെ പറഞ്ഞു. ബുക്കിംഗ് മെയിലിൽ ഡ്രൈവർ പറഞ്ഞിരുന്നു ഇവിടെ എന്തോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന്. അതിന്റെ സെക്യൂരിറ്റി ആയിരിക്കും. സൈനികരിൽ ഒരാൾ മെഡിക്കൽ മാസ്കും ഗ്ലൗസും ധരിച്ചിട്ടുണ്ട്. അയാൾ വോക്കി ടോക്കിയിലൂടെ പരിഭ്രാന്തിയോടെ ആരോടോ സംസാരിക്കുന്നു. പെട്ടെന്ന് എയർപോർട്ടിന്റെ ഉള്ളിൽ എവിടെയോ ഒരു സൈറൻ മുഴങ്ങുന്നു. എന്നാൽ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. തൊട്ടടുത്ത നിമിഷം അത് നിൽക്കുന്നു. എലിയാസിന്റെ മുഖത്ത് നേരിയ ഭയം പ്രതിഫലിച്ചു. എയർപോർട്ടിനു പുറത്ത് തണുത്ത കടൽക്കാറ്റ് വീശുന്നു. അലങ്കാര വിളക്കുകൾ തൂക്കിയ മരങ്ങൾക്കിടയിൽ മഞ്ഞ നിറമുള്ള ഇലക്ട്രിക് ടാക്സികൾ നിരയായി കിടക്കുന്നു. എലിയാസും കുടുംബവും ഒരു ടാക്സിയിൽ കയറി. ഡാനിയേൽ എന്നാണ് പേരെന്ന് ഡ്രൈവർ സ്വയം അവരെ പരിചയപ്പെടുത്തി. ഡാനിയേൽ കപടതയില്ലാത്ത എന്നാൽ തളർന്ന കണ്ണുകളുള്ള ഒരു മധ്യവയസ്കനാണ്. ഡാനിയേൽ അവരോട് ചോദിച്ചു, മാരിയോയിലേക്ക് ആദ്യമായിട്ടാണോ സാർ? അതെ, ആദ്യമായാണ്. നല്ല സമയം നോക്കിയാണ് വന്നിരിക്കുന്നത്. നല്ല സുന്ദരമായ ആഴ്ച. ഒരു നിസ്സംഗതയോടെ തലയാട്ടിക്കൊണ്ട് ഡാനിയേൽ പറഞ്ഞു. കാർ നഗരത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. ലിന മൊബൈലിൽ പുറത്തെ ദൃശ്യങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. കനാലുകളും ട്രാം ലൈനുകളും ഗ്ലാസ് ടവറുകളും നിറഞ്ഞ മനോഹരമായ നഗരം. പക്ഷേ റോഡിൽ ചില അസ്വാഭാവികതകൾ കാണാം. പലയിടത്തുകൂടിയും പോലീസ് വാഹനങ്ങൾ സൈറൺ മുഴക്കി പായുന്നു. ഇലക്ട്രോണിക്സ് കടകളുടെ മുന്നിൽ വലിയ TV സ്ക്രീനുകളിൽ വരുന്ന ബ്രേക്കിംഗ് ന്യൂസ് നോക്കി ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. പെട്ടെന്ന് ടാക്സി ട്രാഫിക്കിൽ പെടുന്നു. തൊട്ടടുത്ത് ഒരു ആംബുലൻസ് കിടപ്പുണ്ട്. അതിനുള്ളിൽ 2 പാരാമെഡിക്കൽ ജീവനക്കാർ ഒരാളെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നു. ആംബുലൻസിനുള്ളിലെ മനുഷ്യന്റെ വായിൽ മുഴുവൻ ചോരയാണ്. അവൻ ഭ്രാന്തമായി അലറിക്കൊണ്ട് ഒരു മെഡിക്കൽ ജീവനക്കാരന്റെ നേരെ തിരിയുന്നു. ട്രാഫിക് മാറിയ ഉടനെ ഡ്രൈവർ ഡാനിയൽ വണ്ടി വേഗത്തിൽ മുന്നോട്ടെടുത്തു. ഭയത്തോടെ സോഫിയ ചോദിച്ചു, ദൈവമേ, എന്താ അവിടെ സംഭവിച്ചത്? കുറച്ചുനേരം മൗനമായി ഇരുന്ന ശേഷം ഡാനിയൽ പറഞ്ഞു, എന്തോ ഒരു ഇൻഫെക്ഷൻ, രോഗബാധയാണ്. ടൂറിസ്റ്റുകൾ പേടിക്കാതിരിക്കാൻ ഗവൺമെന്റ് ഇത് പരമാവധി ഒളിപ്പിച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ആ യാത്രയിൽ ആരും ഒന്നും സംസാരിക്കുന്നില്ല. വണ്ടിക്കുള്ളിൽ ഭീതിതമായ നിശബ്ദത. വടക്കേ ഹാർബറിനടുത്തുള്ള ഒരു ലക്ഷറി ഹോട്ടലിൽ ഡ്രൈവർ ഡാനിയൽ അവരെ ഇറക്കി. അവർ ആ ഹോട്ടലിൽ കയറി.
താഴെ റെസ്റ്റോറന്റുകളിൽ സംഗീതമുയരുന്നു, ടൂറിസ്റ്റുകൾ സന്തോഷത്തോടെ നടക്കുന്നു. എല്ലാം സാധാരണ നിലയിലായതുപോലെ തോന്നിപ്പിക്കുന്ന ദൃശ്യം. അവർ അവിടെ ഒരു മുറി ബുക്ക് ചെയ്തു. ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ അവർക്കവരുടെ മുറി കാണിച്ചു കൊടുത്തു. അവർ മുറിയിൽ കയറി. എലിയാസ് ബാൽക്കണിയിൽ വന്ന് നിന്നു. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നീലക്കടലും പർവ്വതങ്ങളും കാണാം. ആകാശത്ത് ഒന്നിലധികം മിലിറ്ററി ഹെലികോപ്റ്ററുകൾ പർവ്വതനിരകൾ ലക്ഷ്യമാക്കി പറക്കുന്നത് അയാൾ കാണുന്നു. ഇത്രയധികം ഹെലികോപ്റ്ററുകളോ? എന്തോ വലിയ അപകടം നടക്കുന്നുണ്ട്. ഉടനെ ഭീകരമായൊരു സ്ത്രീയുടെ അലർച്ച അയാൾ കേട്ടു. എലിയാസ് ഞെട്ടി ബാൽക്കണിയുടെ കൈവരിയിലേക്ക് നീങ്ങി താഴേക്ക് നോക്കി. താഴെ ഹാർബർ സ്ട്രീറ്റിൽ വലിയ കോലാഹലം. ആളുകൾ ജീവനും കൊണ്ടോടുന്നു. കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. പലരും റോഡിലേക്ക് വീഴുന്നു. ആ ജനക്കൂട്ടത്തിനു നടുവിൽ വിചിത്രമായി വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ ഓടിവന്ന് ഒരു സ്ത്രീയെ റോഡിലേക്ക് തള്ളിയിടുന്നു. ഓ മൈ ഗോഡ്, അതൊരു ആക്രമണമാണ്. ഞെട്ടലോടെ ഏലിയാസ് പറഞ്ഞു. അടുത്ത നിമിഷം ആ ക്രൂരനായ മനുഷ്യൻ താഴെ വീണ സ്ത്രീയുടെ കഴുത്തിലേക്ക് കുനിഞ്ഞ് തന്റെ പല്ലുകൾ ആഴ്ത്തിയിറക്കി ചോര കുടിക്കാൻ തുടങ്ങി. തെരുവ് മുഴുവൻ ചോരയും മരണവിളികളും കൊണ്ട് നിറയുന്നു. ആളുകൾ അലറി വിളിച്ചുകൊണ്ട് ചിതറിയോടുന്നു. ബാൽക്കണിയിൽ നിൽക്കുന്ന എലിയാസിന്റെ മുഖം ഭയം കൊണ്ട് വിളറി. Oh, the dust wears a velvet coat and hollow steps on broken stone. A chorus sings a silent groan. No warmth resides within the bone, just echoes of a world unknown.